എൻ്റെ പേര് നിവിൻ. നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ സീരീസാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പേര് ഹൃദയത്തിലേക്കുള്ള വഴി എന്നാണ്. അതായത് ഞാൻ ആക്ച്വലി അങ്ങോട്ടേക്കുള്ള വഴിയില്ല. അപ്പോൾ അത് കൂടാണ്ട് പിന്നെ ഇതിലെപ്പോഴും വിചാരിക്കുന്നത്, അതായത് ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ കണ്ണുകളില ജീവൻ്റെ തുടിപ്പുണ്ടാവും അല്ലേ. ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ളൊരു നമ്മൾ ഹൃദയത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെ അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്കത് പറ്റുന്നത് എന്നുള്ള എവിടേക്ക് ഒരു ഗ്ലിംസ് മുതൽ ഇങ്ങനെ നമുക്ക് പിന്നെ ഒരു രീതിയിൽ പറയാൽ മുൾപ്പാലേക്കും എന്ത് രസമായിരിക്കും അല്ലേ. ലൈക്ക് നമുക്കറിയാം മുന്നോട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്താ വേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം. ആൻഡ് അത് വൺസ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും രാവിലെ എണീക്കുമ്പോൾ അത് ഊർജ്ജം നൽകും. ആ ഒരു സാധനം വന്നിട്ട് എന്താ പറയണ്ടേ, നമ്മളെല്ലാ രീതിയിലും അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യും. അതൊരു ബ്യൂട്ടിഫുൾ ലൈഫായിരിക്കും. നമുക്ക് എല്ലാവർക്കും എന്താണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടതെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക്, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകേണ്ടത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും കുറെ കൂടി ഈസി ആയിരുന്നു എന്നെ തോന്നി പല കാര്യങ്ങളും കാണുമ്പോൾ. പിന്നെ അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളിലുണ്ടെന്ന് എവിടെയെങ്കിലും തിരിച്ചറിയുമ്പോഴായിരിക്കും നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സത്യം പറയാൻ ആണെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ, ഞാൻ ഡിഫൻസിലായിരുന്നു. ഡിഫൻസിൽ നിന്ന് റിട്ടയറായിട്ട് പിന്നെ നാട്ടിൽ വന്നപ്പോൾ ലൈക്ക് ആൾക്കാരെല്ലാം പറഞ്ഞ് പട്ടാളക്കാരനല്ലേ. പക്ഷേ പട്ടാളത്തിൽ ഒരു 14 വർഷം ഈ ഒരു ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നാട്ടിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സിവിൽ ലൈഫ് ജീവിക്കാൻ ഐ വാസ് റിയലി സ്ട്രഗിളിങ്. ഇപ്പോഴും അതെ. അപ്പം എന്തായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2018 നമ്മൾ റിട്ടയർ ആയിട്ട് നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ എന്താ പറയണ്ടേ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ഉണ്ടാവും. മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ നമ്മളെ കൈമുള്ള കാര്യങ്ങളിങ്ങനെ കൈയൊന്ന് വിട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും അതിന് ഉത്തരം തരില്ല. അപ്പോൾ അങ്ങനെ ഉള്ള മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു തരത്തിൽ പറയുന്നത് നമ്മൾ ശരിക്കും ഭയങ്കര പേടി, കുറച്ച് കൂടുതൽ പേടിയിൽ കൂട്ടത്തില്ല. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര ദൈവഭക്തനായിരുന്നു. അപ്പം പോയിന്റിൽ നമ്മൾ അറിഞ്ഞോട്ട് ഒരു ഉറുമ്പിനെ പോലെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ ഒരു മിറാക്കിളിൻ്റെ, അതായത് നമ്മൾ ഭയങ്കര മാജിക്കലി നമ്മൾ രക്ഷപ്പെടാം. നമുക്ക് ആ സമയത്ത് എന്തായിരുന്നു വെച്ചാൽ ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അറിഞ്ഞിട്ടാണ് അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടായിട്ടും എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നത്? പിന്നെ പ്രശ്നം ലാസ്റ്റ് ഫ്രസ്ട്രേഷനിൽ ഒരു പോയിന്റിൽ അങ്ങനെ കണങ്കൈ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ല എന്നുള്ള സീനിൽ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ നമുക്കൊരു മിറാക്കിളായിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ പുറകിൽ സംഭവിച്ചത്, ഐ വാണ്ട് ടു നോ. അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, ഞാൻ അറിയാത്തൊരു ശക്തി അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നില്ലാത്തൊരു ശക്തി, അപ്പോൾ അതെന്തോ ഉണ്ട് മനസ്സിലായി. അപ്പോൾ അതെന്താണെന്ന് അറിയണം എന്നുള്ളൊരു ഭയങ്കര നമ്മൾ സംഭവിച്ച കാര്യത്തിനൊക്കെയും നമ്മൾ ഇതിൻ്റെ പുറകിൽ വൈ ഇറ്റ് ഹാസ് ഹാപ്പൻ ടു മീ എന്നുള്ളൊരു സാധനം അറിയണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഉള്ളെന്ന് വരുന്നൊരു സീലാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ പോകാത്ത മേഖലകളിലാന്ന് പറയാം. ഐ ഹവ് ബീൻ ടു ഈജിപ്ഷ്യൻ മിത്തോളജി, ഗോസ്റ്റിക് ഫിലോസഫി, ജുഡൈസം, ക്രിസ്ത്യാനിസം, പിന്നെ ഇസ്ലാമിസം, സൂഫിസം, ബുദ്ധിസം, ഹിന്ദുയിസം, പിന്നെ സൈക്കോളജി ഞാനുമായിട്ട് ആക്ച്വലി ഒരു ചെറിയ കണക്ഷനും ഉണ്ട്. അപ്പം മോർ ദാൻ ദാറ്റ്
എന്താ പറയണ്ടേ, മോഡേൺ ഫിസിക്സ്. അപ്പോൾ നമുക്ക് അപ്പോഴാണ് ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലാകും ലൈക്ക് എവറി സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ എല്ലാ റിലീജിയസ് ആയിട്ടുള്ള വ്യൂസും പിന്നെ അതിൻ്റെ ഒക്കെ ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും ഒക്കത്തിൻ്റെ വേറെ ഒന്നാണ്. ഇവിടെ ഭരിച്ച രാജാക്കന്മാർ അല്ലെങ്കിൽ മതപുരോഹിതന്മാർ, ഇവിടെ വന്ന പൊളിറ്റീഷ്യൻസ് ഒക്കെയും അവരുടെ സ്വാർത്ഥ താല്പര്യാർത്ഥം ജനങ്ങളെ ഭയത്തിലധിഷ്ഠിതമായിട്ട് ജനങ്ങളെ അവരുടെ അണ്ടറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാവുക. അപ്പം ഈ തേടി പോകുന്ന അങ്ങനെയുള്ളൊരു ശക്തി അത് വന്നിട്ട് എൻ്റെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുള്ള എല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനെ അത് നമ്മൾ ശരിക്കും നമ്മൾ എവിടേക്ക് നമ്മൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങനെ ഒരു പ്യുവർ സോഴ്സിനെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു സ്നേഹത്തോട് കമ്പയർ ചെയ്യാം. അപ്പോൾ അതായത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സ്നേഹം, ഇങ്ങനെ അബണ്ടൻ്റ് ആയിട്ടുള്ള സ്നേഹം. അപ്പോൾ നമ്മളെവിടേക്ക് ആ അവസ്ഥയിൽ നമ്മൾ പ്യുവറസ്റ്റ് ഫോമിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു ഹാപ്പിനെസ്സിൽ നമുക്ക് നിൽക്കാൻ നമ്മൾ ആ സ്റ്റേറ്റിൽ കാണാം, നമ്മൾ അറിയുകയും ചെയ്യും. അപ്പം അതിനകത്ത് കുറേ പേര് പറയും ചില ആൾക്കാർ ദേവയ്ക്കൻ ബിക്കോസ് ഓഫ് ദി സഫറിങ്. അപ്പോൾ അങ്ങനെ എൻ്റെ സഫറിങ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നല്ല ഞാൻ, പക്ഷേ ഞാൻ പറയാം ഒരു പോയിന്റ് നമുക്ക് താങ്ങുന്നതിന് മുകളിലായതുകൊണ്ട് നമ്മൾ പുറകെ പിടിച്ച് പോകുന്നതാണ്. അപ്പം ആ പോക്കിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ പറയാം നമ്മളൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഓൺലൈൻ വെൽബീയിങ് പ്ലാറ്റ്ഫോം. അപ്പോൾ അത് തോന്നാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഏരിയയിലുള്ളൊരു സമൂഹം ഈ ഭയത്തിൽ അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു സിസ്റ്റത്തിൻ്റെ അവിടെ ജീവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അടുത്ത തലമുറയിനെങ്കിലും നമുക്ക്, അതായത് നമ്മൾ ഗാന്ധിജി ഒരു പ്രാവശ്യം പറയുന്നത് ആക്ച്വലി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭയരഹിതമായിട്ട് ഒരാവന് മുന്നോട്ടേക്ക് ജീവിക്കാൻ എന്താണോ പ്രാപ്തമാക്കുന്നത് അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അപ്പം ആ രീതിയിൽ പിന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരിക്കുലം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശവും. പിന്നെ ബട്ട് അതിനിടയിൽ ഞാൻ എടുത്തു വെച്ച ഈ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവറി ടൈം ഇല്ല. അപ്പോൾ നമ്മൾ പഠനം ഒരിക്കലും പൂർത്തിയാകുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ നമ്മൾ ആ ടൈമിൽ നമുക്ക് അങ്ങനെ തോന്നി, പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പുറകിൽ നിന്നിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഞാൻ ഓൾറെഡി എടുത്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-70 കോടി രൂപ നമ്മളുടെ ഫണ്ട് കണ്ട ആൾക്കാരുടെ അടുത്ത് പെട്ട് കിടന്നപ്പോൾ പിന്നെ എന്താ പറയണ്ടേ, ലൈക്ക് ഒരു രീതിയിൽ പറയാൻ വെച്ചാൽ എന്താ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞിരുന്നത്, അതായത് ഇവനൊക്കെ ഉണ്ടാവും 70 കോടി രൂപ 70 കോടി വെച്ചാൽ ബി മോർ ദാൻ 70 crores ഒക്കെ. അപ്പോൾ ഇത്രയും പൈസ കണ്ട ആളുകൾ എടുത്ത് കൊടുത്തിട്ടാണ് ഇവൻ ഇപ്പോൾ കടമടിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായപ്പോൾ ഈ സാധനം സൈഡിൽ കൂടി നടക്കുന്നുണ്ട്, ഈ സത്യാന്വേഷണ ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായപ്പോൾ കുറേ കൂടി ഒതുങ്ങാൻ മീൻസ് എന്താ പറയണ്ടേ, കുറേ കൂടി എന്നിലേക്ക് പിന്നെയും നടന്നു പോകാൻ പറ്റി. അപ്പം ആ പോക്കിൽ നമ്മളൊരു പോയിന്റിൽ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ഒരു പുസ്തകമായിട്ട് എഴുതണം തോന്നി. പിന്നെ അത് സ്കൂളിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സ്കൂളിൻ്റെ മുന്നോടിയായിട്ട് അങ്ങനെ ഒരു പുസ്തകം ഇപ്പം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇത്രയും സെറ്റ് ബാക്ക്സ് ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. ഓക്കെ, അപ്പോൾ ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ആണ് പിന്നെ ലൈക്ക് നമുക്ക്
തുറന്നിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദിയാണല്ലോ ഇപ്പം പബ്ലിക്കലി വായിക്കാൻ നമ്മളിതൊരു ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളൊരു ലേണിങ് അല്ലെങ്കിൽ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയും കൂടിയായിട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിന് കുറച്ചും കൂടി ഗുണകരാവുന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ്. അപ്പം അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയാണ് ഞാൻ ഹൃദയത്തിലേക്ക് നോക്കി. അപ്പോൾ ഹൃദയത്തിനോട് ചേർന്നിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമ്പോഴാണ് കുറേ കൂടി ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. എൻ്റെ എവിടേക്കോ ഒരു സ്റ്റേജ് നമുക്ക് അറിയാനും പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇട്ട പേരാണ് ഹൃദയത്തിലേക്കുള്ള വഴി. ഇനിയിപ്പം ഈ വഴീനെ കുറിച്ചുള്ള സംസാരിച്ചു തുടങ്ങലാണ്. അപ്പം പിന്നെ ആദ്യത്തെ എപ്പിസോഡ് നമുക്കിവിടെ എന്താ പറയണ്ടേ, ഇത്രയും സംസാരിച്ചിട്ട് വി ക്യാൻ മൈൻഡ് അപ്പ്. പുസ്തകത്തിൻ്റെ പേര് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പുസ്തകം ദ സൈക്കി ഗോഡ് വിത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഓരോ ചെറിയ കുട്ടി അല്ലെങ്കിൽ മേ ബി കുട്ടികൾക്ക് വരെ അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാവണം, അല്ലെങ്കിൽ താല്പര്യമുള്ളവർ അത് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ആ ലിങ്ക് ഇടുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ് ഹൃദയത്തിലേക്കുള്ള വഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു.